നമസ്കാരം, എല്ലാ മലയാളി പ്രേക്ഷകർക്കും എസ് യു വിഷൻ അവതരിപ്പിക്കുന്ന മറ്റൊരു ഇൻഫോർമാറ്റിക് എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മളൊരു വാഷിംഗ് മെഷീൻ സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ്. ഇത്തരം വാഷിംഗ് മെഷീനുകൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഏത് വാഷിംഗ് മെഷീനാണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് അത്യാവശ്യമാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ഇതിൻ്റെ ഡിറ്റർജൻറ്റ് ട്രേ ആണ്. ഇതിൻ്റെയൊക്കെ കോലം കണ്ടില്ല, ഇതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ആക്കി എടുക്കണം. നമുക്ക് ഇതിൻ്റെ ലിൻഡ് ഫിൽറ്റർ, ഈ കാണുന്നതാണ് ലിൻഡ് ഫിൽറ്റർ എന്ന് പറയുന്ന സാധനം. ഇത് ഒരു തുണികളോ മറ്റു രോമങ്ങളോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ഇതിനകത്ത് അടിഞ്ഞിരിക്കും. അപ്പോൾ ഇതും ക്ലീൻ ആക്കി, ഇതിനൊക്കെ ഒരു കോലം കണ്ടില്ല, ഇതൊക്കെ നന്നാക്കി ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. അതേപോലെ നമുക്ക് അഴിച്ചു മാറ്റേണ്ട മറ്റൊരു സാധനമാണ് ഈ താഴെ കാണുന്ന പൾസേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലീഫ് അല്ലെങ്കിൽ ടർബൈൻ അല്ലെങ്കിൽ ലീഫ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറയാം. അത് മെയിനായിട്ട് അലക്കുന്ന പർപ്പസ് ഇതിലാണ് നടക്കുന്നത്. അലക്കുക എന്ന് പറഞ്ഞാൽ കുത്തി പിഴിഞ്ഞെടുക്കുന്ന ഒരു പർപ്പസാണ് ഇതിനകത്ത് നടക്കുന്നത്. അലക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട് ലോഡിനാണ് അലക്കുന്ന ഒരു സെറ്റപ്പ് ഉള്ളത്. ഇതിപ്പോൾ ടോപ്പ് ലോഡ് ആയതുകൊണ്ട് ഇതിനെ കുത്തി പിഴിഞ്ഞാണ് ഇതിനകത്ത് വൃത്തിയാക്കുന്നത് ഡ്രസ്സുകളൊക്കെ. അപ്പം സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ആയതുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ പൾസേറ്റർ, ഈ ഒരു ടർബൈൻ അല്ലെങ്കിൽ ഈ ഒരു ലീഫ് നമുക്ക് അഴിക്കണം. ഇതിൻ്റെ ഉള്ളിൽ ചെളി കാരണം സ്ക്രൂ ഒന്നും കാണുന്നില്ല, ഞാൻ തോണ്ടി നോക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ചെളിയുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനകത്തൊരു സ്ക്രൂ ഉണ്ട്, ആ സ്ക്രൂ കാണുന്നില്ല, അതാണ് ഞാൻ തപ്പി നോക്കുന്നത്. അപ്പം ഈ ഒരു പൾസേറ്റർ അഴിക്കണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ സ്ക്രൂ നമുക്ക് ആദ്യം അഴിക്കണം. നമുക്ക് നല്ല ടൈറ്റിൽ വെച്ചിട്ട് വേണം തയ്ക്കാൻ. അപ്പോൾ തിരിക്കുന്ന സമയത്ത് രണ്ട് സൈഡിലോട്ടും ഇത് പൾസേറ്റർ തിരിക്കും. അപ്പോൾ പൾസേറ്റർ പിടിച്ചിട്ട് വേണം നമുക്ക് സ്ക്രൂ ഡ്രൈവർ തിരിക്കാനായിട്ട്. ഓക്കെ, ഞാനത് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ സ്ക്രൂ ഡ്രൈവർ അവിടെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ചെളി നിറച്ചും ചെളിയാണ്. നമ്മളൊരിതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കയ്യിലൊരു ഗ്ലൗ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഞാൻ ഗ്ലൗ യൂസ് ചെയ്യാതെയാണ് ചെയ്തിരിക്കുന്നത്, ഒരു ഫാൾട്ടാണ്. നിങ്ങൾ ഗ്ലൗ യൂസ് ചെയ്തിട്ട് ഇത്തരം പരിപാടികൾ ചെയ്യുക. എങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്താൽ ഇതിൻ്റെ അടിയിൽ ഇഷ്ടംമാതിരി ചെളി അടിഞ്ഞു കൂടിയിട്ടുണ്ടാകും. ഞാൻ ഈ ഒരു പൾസേറ്റർ എടുത്ത് മാറ്റുമ്പോൾ കണ്ടില്ല, ഇതാണ് ഇതിൻ്റെ കോലം. ഇതിൻ്റെ അടിയിലും ടാങ്കിൻ്റെ അടിയിലൊക്കെ നിറച്ചും എന്താ പറയുക, ചെളിയുടെ അഭിഷേകമാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം, അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഒരു വാഷറും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ പോകാതെ നോക്കണം. വാഷർ ഊരി മാറ്റുമ്പോൾ അത് കറക്റ്റായിട്ട് വെച്ചില്ലെങ്കിൽ ഉള്ളോട്ട് മോട്ടറിലോട്ടിൻ്റെ ഗിയർ ബോക്സിലോട്ട് വെള്ളം ഇറങ്ങും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വാഷറും കാര്യങ്ങളൊക്കെ വൃത്തിക്ക് തന്നെ എടുത്ത് മാറ്റിയേക്കും. ഞാനതിനെ വൃത്തിയാക്കി. ഇതിൻ്റെ ലിൻഡ് ഫിൽറ്ററാണ്, ലിൻഡ് ഫിൽറ്റർ ഞാൻ നല്ലോണം വൃത്തിയാക്കിയിട്ട് ഇവിടെ സെറ്റ് ചെയ്യാണ്. അതേപോലെ രണ്ടോട്ടം നമ്മൾ ചെക്ക് ചെയ്യണം. ലിൻഡ് ഫിൽറ്റർ എല്ലാം ഇതിനും തന്നെ ഉണ്ടാവും, ലിൻഡ് ഫിൽറ്റർ. ഇനി പല കമ്പനികളാണ്, പല കമ്പനിക്കും പല വ്യത്യസ്തമായ ഫിൽറ്ററുകളും സെറ്റപ്പുകളും കാണാം. അപ്പോൾ അതൊക്കെ നമുക്ക് അയച്ചെടുത്ത് ഇതേപോലെ ക്ലീൻ ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ഡിറ്റർജൻറ്റ് ട്രേ ആണ്, അത് നമ്മൾ വൃത്തിയാക്കി അതത് സ്ഥാനത്ത് വെക്കുക. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ അലക്കുന്ന തുണി ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മളിത് ചെയ്യണം കേട്ടോ, ഈ ഒരു വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യണേ. അല്ലെങ്കിൽ നമ്മൾ അലക്കുന്ന തുണിയിൽ ബാക്ടീരിയാസ്, ഫംഗസ് പോലെയുള്ള മറ്റ് രോഗങ്ങളും നമുക്ക് ഉണ്ടാവും. അപ്പോൾ വൃത്തിയാക്കുമ്പോൾ തന്നെയല്ല, ഈ ഒരു മെഷീന് വാഷിംഗ് മെഷീൻ്റെ ആയുസ്സിനും ഇത് വൃത്തിയാക്കൽ അനിവാര്യം തന്നെയാണ്. അപ്പോൾ ഇടയ്ക്ക് ഇതൊന്നും ചെയ്യുന്നത് വളരെ നല്ലത്. അപ്പം ഞാൻ കറക്റ്റായിട്ട് വാഷർ മറ്റും വെച്ചിട്ട് ഇതിൻ്റെ പൾസേറ്റർ അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്, മോട്ടറിൻ്റെ മുകളിൽ. മോട്ടറിലെ ഗിയർ ബോക്സിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്, മോട്ടർ സൈഡിലാണ് ഉണ്ടാവുക. അത് കറക്റ്റ് വെച്ചിട്ട് നമുക്ക് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യണം. സ്ക്രൂ ഒന്നും വീണ് പോകാൻ നോക്കണം. ആദ്യം ഇവിടെ ചെളി കാരണം അടഞ്ഞിരിക്കുകയായിരുന്നു, ഇപ്പോൾ കണ്ടില്ലേ അതിൻ്റെ ഒരു വൃത്തി. അപ്പോൾ അത് നല്ല രീതിയിൽ ഒന്ന് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യുക. അതിൻ്റെ മുകളിൽ ടോപ്പ് ഉണ്ടാവും, സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്ത ശേഷം ആ ടോപ്പ് ഇട്ട് അടയ്ക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഇതാണ് ഈ ബേസിക്കായിട്ട് ഇത്രയേ ഉള്ളൂ. ഈ ഒരു സിമ്പിൾ സ്റ്റെപ്പുകൾ ചെയ്ത് നമുക്ക് വൃത്തിയാക്കി നമ്മുടെ വാഷിംഗ് മെഷീൻ വൃത്തിയാക്കി കൊണ്ടെടുക്കാൻ കഴിയും. നമ്മൾ കരുതുക, അത്ര തന്നെയാണ് നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത്. എത്ര കരുതുന്നോ അത്ര ആയുസ് കൂടുതൽ കിട്ടും. പ്രത്യേകം സെമി ഓട്ടോമാറ്റിക് ഒരുപാട് കാലം ഈട് നിൽക്കും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ ഇതേപോലെ എല്ലാം ചെയ്ത് നോക്കുക. ഓക്കെ, മറ്റൊരു എപ്പിസോഡിൽ വേറൊരു ചിന്തയുണ്ട് നമുക്ക് വീണ്ടും. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.